യുദ്ധവും സമാധാനവും. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ബാധിച്ചു. നിരവധി പേർ മരണമടയുകയും ചെയ്തു. അതിലേറെ പരിക്ക് ബാധിച്ചവർ ഏറെ. തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ദൃശ്യമായി വ്യവസായങ്ങളും ഗതാഗതവും താറുമാറായി. ഭക്ഷ്യോൽപാദനം കുറഞ്ഞു, നാണയപ്പെരുപ്പം വർദ്ധിച്ചു, ജീവിതച്ചെലവ് കുതിച്ചതോടെ ജീവിതം ദുരന്തപൂർണമായി. യുദ്ധം വരുത്തിവെക്കുന്ന വിനകൾ ചെറുതല്ല. ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും ഉടലെടുത്തത്. സോഷ്യലിസ്റ്റ് പത്രമായ അവന്തിയുടെ പത്രാധിപരായിരുന്നു ബെനിറ്റോ മുസോളിനി. യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞ പട്ടാളക്കാരെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ച് ഫാഷിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. മുസോളിനിയുടെ അനുയായികളെ ബ്ലാക്ക് ഷർട്ട് എന്ന പേരിൽ അറിയപ്പെട്ടു. യുദ്ധം വരുത്തുന്ന ഫലങ്ങൾ നാം ഇവിടെ കേട്ടു. 5 കോടി ജനങ്ങൾക്ക് ജീവഹാനി നേരിട്ടു. പരിക്കേറ്റവരുടെയും അഭയാർത്ഥികളുടെയും കണക്ക് ഇതിലും വലുതാണ്. സമ്പദ് വ്യവസ്ഥയെ യുദ്ധം തകർത്തു. വൻശക്തികളുടെ പതനവും അമേരിക്കയുടെയും റഷ്യയുടെയും ഉയർച്ചയും, ശീതസമരത്തിൻ്റെ തുടക്കവും, ഐക്യരാഷ്ട്രങ്ങളുടെ രൂപീകരണവും, ഏഷ്യയിലും ആഫ്രിക്കയിലും കോളനികളിൽ വന്നതുമൊക്കെ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ്. ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക, രാജ്യങ്ങൾ തമ്മിൽ സഹകരണം വളർത്തുക, മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക, ലോകജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വരുത്തുക എന്നതാണ് യുദ്ധത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെ ലക്ഷ്യം.